ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ വക ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ ഇന്ന് എന്ന് വെച്ചാൽ ചെറിയ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ചെറിയൊരു ഫാമിലി വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക, എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി അടുക്കളയിൽ വന്നപ്പോഴത്തേന് ഒരട്ടിയും നല്ല ബീഫ് കറിയൊക്കെ അവിടെ വെച്ചിരുന്നു. പിന്നെ അതിനുശേഷം മോനെ ഒരിക്കൽ റെഡിയാക്കി നിർത്തി പള്ളിയിൽ പോകാനായിട്ട് ഉറക്കപ്പിച്ചയിലാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ റൂമിൽ വന്ന് നോക്കിയപ്പോഴത്തേനും മോള് നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ പിന്നെ അതിന് ശേഷം ഹാളിൽ പോയിരുന്നപ്പോഴത്തേന് ഇക്കായും അനിയനും എല്ലാവരും ഒരുങ്ങി റെഡിയായി വന്നു പള്ളിയിൽ പോകാനായിട്ട്. പാപ്പ നേരത്തെ തന്നെ പള്ളിയിൽ പോയിരുന്നു. പിന്നെ ഇവർ 3 പേരും കൂടെയാണ് പിന്നെ പള്ളിയിൽ പോയത്. അങ്ങനെ അവർ അണിയുന്ന ഗേറ്റും കാര്യങ്ങളൊക്കെ തുറന്ന് അവർ 3 പേരും പള്ളിയിലോട്ട് പോയി. ഇടയ്ക്കുള്ള സൗണ്ട്സും കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. കുഞ്ഞുങ്ങൾ ഭയങ്കര ബഹളമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അവരെ യാത്രയാക്കിയതിന് ശേഷം റൂമിലൊന്ന് മോളെ എടുത്ത് കുളിപ്പിച്ച് ഒരുക്കി റെഡിയാക്കിയൊക്കെ നിർത്തി. പിന്നെ അതിന് ശേഷം വാപ്പായും അനിയനും ഇക്കായും മോനും എല്ലാവരുടെ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ റെഡിയായി, മോള് റെഡിയായി നിർത്തി. എന്നിട്ട് ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് നേരെ ഞങ്ങൾ എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ് പോയത്. അങ്ങനെ ഞാനുണ്ടായിരുന്നു, ഉമ്മായും വാപ്പുമ്മ, അനിയത്തി, മക്കളൊക്കെ ഉണ്ടായിരുന്നു. വാപ്പ വന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അവളുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഷോപ്പിൽ നിർത്തി അവളെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അനിയൻ വാങ്ങി. അങ്ങനെ പിന്നെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ എന്നെ ഇക്കായി ഇവർക്ക് വേണ്ട. അവരിപ്പോഴും പിന്നെ അവരുടെ കൂടെ ആയിരിക്കും സഹവാസം കാര്യങ്ങളൊക്കെ മക്കൾ. അതുകൊണ്ട് അവരെ കൂടെ തന്നെയാണ്, അവരുടെ കാര്യത്തിൽ തന്നെയാണ് അവർ വന്നത്. അങ്ങനെ അവരെ വീടെത്തി. അങ്ങനെ എല്ലാവരും അവളുമ്മായും കാര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കുഞ്ഞുങ്ങളായിട്ടൊക്കെ അവർ കുറേ നേരമൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് കുറച്ച് ഫുഡൊന്നും കഴിച്ചുള്ളൂ. പിന്നെ അങ്ങനെ അവിടുത്തെ യാത്രയൊക്കെ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ്, കൊട്ടാരക്കര. അങ്ങനെ ഇവിടെ വന്നു. ബിരിയാണിയൊക്കെ ആയിരുന്നു, ചിക്കൻ ബിരിയാണിയൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇവിടെ കുറേ മാങ്ങയൊക്കെ വിളഞ്ഞിപ്പോണ്ടായിരുന്നു. അങ്ങനെ ഇക്കായെ കൊണ്ടുപോകുമ്പോൾ മാങ്ങയൊക്കെ പറിച്ചെടുത്തു. ഇങ്ങ് വീട്ടിലേക്ക് കൊണ്ടുവരാനായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മക്കൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഇക്ക വാരിക്കൊടുത്തു. ഫുഡും കാര്യങ്ങളൊക്കെ അവരും കഴിച്ചു. പിന്നെ രാത്രി ആയപ്പോഴത്തേനും കുറച്ച് ബിരിയാണി ഉമ്മ പറഞ്ഞ് കൊണ്ടുപോകും, ഇവിടെ ആരും ഇല്ലല്ലോ കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ബിരിയാണിയൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് അവിടുന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവർ ചങ്കം കരളാണ് കേട്ടോ, ഭയങ്കര ഉമ്മയും കൂടെ കൊണ്ടുപോകാനാണ് അവിടെ നിന്നത്. ചുമ്മാ വന്നില്ല. പിന്നെ അങ്ങനെ കുറേ നേരം അടുക്കള ഇങ്ങനെ താറ് നിന്ന്. പിന്നെ അതിനുശേഷം ഇക്ക പറഞ്ഞ് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇക്കാക്ക് താക്കോലും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു. മോളും അങ്ങനെ അടുക്കളയിൽ വന്നു. മായായിട്ടും കുറച്ച് നേരം കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ ഇറങ്ങാനായി. അങ്ങനെ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വീണ്ടും പോവുകയാണ്. പിന്നെ അവളെ എടുത്ത് ഉമ്മ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, വീട്ടിലോട്ട് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് പേര് വീഡിയോസ് കണ്ടു പോകുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ കുഞ്ഞു ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.